ഹായ് ഹലോ ഗായ്സ് ഫ്രണ്ട്സ് വെരി 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 ഗുഡ് മോർണിംഗ്. നമുക്കൊരു പുതിയ വാക്ക് പരിചയപ്പെട്ടാലോ? കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ബ്ലോഗിൽ പുത്തൻ വാക്കായി ഈ മാസം 20 വന്നിരിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് ഡിക്ഷണറിയാണ്. എന്തുകൊണ്ടാ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഡിക്ഷണറി എന്നല്ലേ? നമ്മൾ ഈ ക്ലോസ് ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ നമ്മൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത നമുക്ക് മാത്രം മനസ്സിലാകുന്ന ചില തമാശകൾ, ചില വാക്കുകൾ, ചില ഫ്രേസുകളൊക്കെ ഉപയോഗിക്കാറില്ലേ? അതിനാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഡിക്ഷണറി എന്ന് പറയുന്നത്. വേറൊരാൾക്ക് കേട്ടാലൊട്ട് കത്തുകയുമില്ല, ആ ഫ്രണ്ട്സ് ഗ്യാങ്ങിന് ക്ലിക്കാകുകയും ചെയ്യും. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സംസാരിക്കുന്ന ഓരോ വാക്കിനു മുന്നിലും സാ ചേർത്ത് സംസാരിക്കുമായിരുന്നു. കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകില്ല, എന്ത് രഹസ്യവും പറയുകയും ചെയ്യാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഇടയിലുമുണ്ടോ ഡിക്ഷണറി? ഇന്ന് മുതൽ എവിടെയെങ്കിലുമൊക്കെ ഈ വാക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ പദസമ്പത്ത് അങ്ങോട്ട് കൂട്ടിക്കൊള്ളുക. എന്നാ പിന്നെ തലക്കെട്ടുകളിലേക്ക്. വിദ്യാർത്ഥി സംരംഭകർക്ക് ഈ യുവ സ്കോളർഷിപ്പ്. കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി യുവാക്കളിൽ ഗവേഷണ താൽപര്യവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് PG UG വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അപേക്ഷിക്കാം. ആദ്യഘട്ടത്തിൽ സഹായം ലഭിക്കുക 3 വർഷത്തേക്ക്. വിശദാംശങ്ങൾ ഈ വെബ്സൈറ്റിൽ. 1.5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഹരിതസേന സ്കോളർഷിപ്പ്. കുട്ടികളെ തിരുത്താൻ ചൂരലെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി. അച്ചടക്കം ഉറപ്പാക്കാനും തിരുത്താനും അധ്യാപകർക്ക് അധികാരമുണ്ടെന്ന് ജസ്റ്റിസ് C പ്രദീപ് കുമാർ. ഹൈക്കോടതി നിരീക്ഷണം: 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാലിൽ ചൂരൽ കൊണ്ടടിച്ചതിന്റെ പേരിൽ അധ്യാപകനെതിരെ പോലീസ് എടുത്ത കേസ് റദ്ദാക്കിയ ഉത്തരവിൽ. സംസ്ഥാന സ്കൂൾ കായികമേള അങ്ങ് തിരുവനന്തപുരത്ത് നടക്കുവാണല്ലോ. ലഹരി ഉപയോഗിച്ച് ചതഞ്ഞെന്ന് പറഞ്ഞ് എവിടെയും കുത്തിയിരിക്കാതെ സ്പോർട്സും ഗെയിംസും ലഹരിയാക്കിയ കുട്ടിത്താരങ്ങളുടെ വിശേഷങ്ങളുമായി ജോസ് കെ മാത്യു ചേരും. ഒരു ഗോൾ അടിക്കാൻ നോക്കിയതാ, ആ ഗോൾ അങ്ങ് പാളിപ്പോയി. ക്യാമ്പസ് ന്യൂസ് എന്താ ഈ ഗ്രൗണ്ടിൽ നിന്നല്ലേ? ഇപ്പം നമ്മുടെ ആഘോഷം നടക്കുന്നത് മുഴുവൻ അങ്ങ് ഗ്രൗണ്ടിലാണ്. ഇവിടെയല്ല, അങ്ങ് തെക്ക് തിരുവനന്തപുരത്തെ ഗ്രൗണ്ടിൽ. എന്താണെന്നല്ലേ നിങ്ങളെല്ലാം ആലോചിക്കുന്നത്? സംഭവമൊന്നുമല്ല, നമ്മുടെ സംസ്ഥാന കായികമേള. ഏത് കായികമേള? സ്കൂൾ കായികമേള നടക്കുന്നത് അങ്ങ് തിരുവനന്തപുരത്താണ്. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്കൂൾ കുട്ടികൾ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ ആറാടുകയാണ്. എന്തിനു വേണ്ടി? ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്, വെറുതെ അല്ല, ആ സ്വർണ്ണ കപ്പിന് വേണ്ടി ആറാടുകയാണ് ഒരുപാട് കുട്ടികൾ. അത്ലറ്റിക്, അതുപോലെ തന്നെ സ്പോർട്സ്, ഗെയിംസ്, ഓരോ ഇവൻറ്റിൽ ഇങ്ങനെ അവിടുത്തെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. നമുക്കൊന്ന് തിരുവനന്തപുരം വരെ പോയി വന്നാലോ? അവിടുത്തെ ആഘോഷങ്ങൾ കണ്ടിട്ട് വരാം, ബാ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ കുട്ടികൾ, എല്ലാ ജില്ലകളുടെയും ആദ്യ നിരകളിൽ ഇൻക്ലൂസീവ് വിദ്യാർത്ഥികൾ. കായികമേളയുടെ ഭാഗ്യചിഹ്നം തങ്കുമുയൽ ഏറ്റവും മുന്നിൽ. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, NCC കേഡറ്റ്, NCC വോളണ്ടിയർമാർ. എത്ര വർണ്ണാഭമായ കാഴ്ച! മാർച്ച് പാസ്റ്റിന് ശേഷം ഭിന്നശേഷി കുട്ടികളിലൂടെയും രാജ്യാന്തര കായിക താരങ്ങളിലൂടെയും ദീപശിഖ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിനെ വലം വെച്ചു. പിന്നാലെ മന്ത്രി V ശിവൻകുട്ടിക്കും ഏഷ്യൻ പാരാ ഗെയിംസ് ഹാൻഡ്ബോൾ വെങ്കല മെഡൽ ജേതാവായ HM കരുണപ്രിയയ്ക്കുമൊപ്പം സ്റ്റേഡിയത്തിലെ ദീപം തെളിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തന്നെ രചനയും സംഗീതവും ആലാപനവും നിർവഹിച്ച മേളയുടെ തീം സോങ് ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പുതിയ റെക്കോർഡുകൾ പിറക്കുകയാണ്. ജൂനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിലാണ് പുതിയ റെക്കോർഡ്. ഡിസ്കസ് ത്രോയിൽ കാസർഗോഡിനായി സ്വർണം നേടിയ സോന മോഹൻ കണ്ടെത്തിയത് പുത്തൻ ദൂരം. സ്പോർട്സ്മാൻ സ്പിരിറ്റിനൊപ്പം സൗഹൃദ കാഴ്ചകളും ഒരുപാട് കാണാൻ സാധിച്ചു മൈതാനത്ത്. സബ് ജൂനിയർ ആൺകുട്ടികളുടെ 600 മീറ്റർ മത്സരം. തകർത്തു പെയ്യുന്ന മഴക്കിടയിലും 1ാം സ്ഥാനത്തിനായി തിരുവനന്തപുരത്തിന്റെ ആതിഥേയവും മലപ്പുറത്തിന്റെ അർഷദും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ഫോട്ടോ ഫിനിഷിനൊടുവിൽ വീണുപോയ അർഷദിനടുത്തേക്ക് ആദ്യമോടിയെത്തിയത് ഒപ്പമോടിയ ആതിഥേയം. മത്സരത്തിന്റെ വീറും വാശിയും മാറ്റിവെച്ച് അർഷദിന് താങ്ങായി ആതിഥേയം നിന്നു. തല ചേർത്ത് വെച്ച് ഒപ്പമിരുന്നു. മത്സരഫലം വന്നപ്പോൾ അർഷദിന് സ്വർണം, ആതിഥേയവിന് വെള്ളി. കരഘോഷങ്ങളിൽ നിന്ന് അർഷദ് ഓടിയെത്തിയത് ആതിഥേയവിനടുത്തേക്ക്. കണ്ണുകലങ്ങി നിന്ന ആതിഥേയവിനോട് അടുത്ത മത്സരത്തിൽ നീ എന്നെ തോൽപ്പിച്ചോ എന്ന് അർഷദ്. തുലാമഴ തകൃതിയായി പെയ്തു.
എന്നിട്ടും മൈതാനങ്ങൾ നിശ്ചലമായില്ല. ആവേശത്തോടെ പോരാട്ടം തുടർന്നു. കേരളത്തിൽ തുലാമഴ തകർത്ത് പെയ്യാണ്. ആ തുലാമഴയിലും ചോരാത്ത ആവേശത്തിലാണ് തിരുവനന്തപുരത്തെ എല്ലാ ഗ്രൗണ്ടുകളും. അത്ലറ്റിക്സും സ്പോർട്സും ഗെയിംസും ഓരോന്നിങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ അതിനൊപ്പം പെയ്യുന്നു. പക്ഷെ 14 ജില്ലയിൽ നിന്നുള്ള നമ്മളുടെ കുട്ടികൾക്ക് ആവേശത്തിന് ഒരു കുറവുമില്ല. എന്താ പറയുക, ഭാവിയിലെ ഒളിമ്പിക്സ് താരങ്ങളായിരിക്കാം ഇവരെല്ലാം ഈ ഗ്രൗണ്ടിലുള്ളത്. കാഴ്ചകൾ കണ്ടു, ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകൾ അല്ലേ. അത്രയും രസമാണ് ഈ സ്വർണ്ണ കപ്പിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടം കണ്ടിരിക്കാൻ. ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്കും പോകണം. വരും ആഴ്ചകളിൽ നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു ക്യാമ്പസ് വാർത്തയുമായി. ബൈ ബൈ. അപ്പോൾ ഒരിക്കൽ കൂടി സേ നോ, സേ നോ, സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്. ടാറ്റാ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീക്ക്. കാണണേ.